ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ സിലബസ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് ഇപ്പോൾ പഠിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ മൊഡ്യൂൾ ഫോറിൽ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ എന്ന് പറയുന്ന ഒരു പാർട്ടാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ SCERTയിലെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അടുത്തൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വൈവിധ്യങ്ങളുടെ ഇന്ത്യ, അതാണ് ചാപ്റ്റർ. വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നോക്കാം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഹിമാലയം പർവ്വതനിരയിലാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം 88-48 മീറ്റർ. 88-48 മീറ്ററാണ് എവറസ്റ്റിൻ്റെ ഉയരം. ഹിമാലയത്തിലെ 3 പർവ്വതനിരകളാണുള്ളത്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ 3 പർവ്വതനിരകളുണ്ട്: ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിരയാണ് ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിലാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ താഴ്ഭാഗത്ത് അല്ലെ. ഹിമാദ്രിക്ക് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചലിൻ്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഹിമാചലിൻ്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചലിലാണ്. ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. ഹിമാചലിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഭാഗമാണ് സിവാലിക്. സിവാലിക്കിൻ്റെ ശരാശരി ഉയരം 1220 മീറ്റർ. ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ. ഡൂണുകൾ എന്നറിയപ്പെടുന്നത്. ഡൂണുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. പർവ്വതനിരകൾ മുറിച്ചുകടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകൾ അറിയപ്പെടുന്നത് ചുരങ്ങൾ എന്നാണ്. പർവ്വതങ്ങൾക്കിടയിൽ സ്വാഭാവികമായ മലയിടുക്കുകൾ കാണപ്പെടുന്നുണ്ട്. അവ അറിയപ്പെടുന്നത് ചുരങ്ങൾ എന്നാണ്. ഒന്ന്, ലിപ്പുലേഖ് ചുരം ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ് ഉത്തരാഖണ്ഡ്, ടിബറ്റ്. ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഹിമാചൽ പ്രദേശ്, ടിബറ്റ്. സോജില ശ്രീനഗർ ടു കാർഗിൽ. സോജില ചുരം ബന്ധിപ്പിക്കുന്നത് ശ്രീനഗറിനെയും കാർഗിലിനെയുമാണ്. നാഥുല ചുരം ബന്ധിപ്പിക്കുന്നത് സിക്കിം ടു ടിബറ്റ്, നാഥുല. അപ്പോൾ ഉത്തരാഖണ്ഡ് ടു ടിബറ്റ് ലിപ്പുലേഖ്, ഹിമാചൽ പ്രദേശ് ടു ടിബറ്റ് ഷിപ്കില, ശ്രീനഗർ ടു കാർഗിൽ സോജില, സിക്കിം ടു ടിബറ്റ് നാഥുല. അപ്പം നാഥന് സിക്കാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തത്, ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ എന്നിവ. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ 2000 മീറ്ററിന് മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായുണ്ടായ മടക്ക് പർവ്വതമാണ് ഹിമാലയം. അപ്പോൾ ഹിമാലയം എങ്ങനെയാണ് രൂപം കൊണ്ടത്? ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായി ഉണ്ടായ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ഏത് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്? തെതീസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന പേരാണ് പൂർവാചൽ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ
ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ മലനിരകൾ എന്നറിയപ്പെടുന്ന പൂർവാചൽ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് കിഴക്കൻ മലനിരകളിലാണ്, അതായത് പൂർവാചൽ. ഉത്തര പർവ്വത മേഖലയുടനീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണാണ് പർവ്വതമണ്ണ്. ഉത്തര പർവ്വത മേഖലയിലുടനീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണ് ഏതാണ്? പർവ്വതമണ്ണ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്താലോ? നോക്കാം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ഏത് പർവ്വതനിരയിലാണ്? ഹിമാലയം. എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാൾ. എവറസ്റ്റിന്റെ ഉയരം 8848 മീറ്റർ. ഹിമാലയത്തിലെ 3 പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്റർ. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നത് ഹിമാദ്രിയിൽ നിന്നാണ്. കാഞ്ചൻജംഗ, നന്ദാദേവി എന്നീ കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നത് ഹിമാദ്രിയിലാണ്. ഹിമാദ്രിയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചലിന്റെ ശരാശരി ഉയരം 3000 മീറ്റർ. ഷിംല, ഡാർജിലിംഗ് തുടങ്ങിയ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ഹിമാചൽ. ഹിമാചലിന് തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. സിവാലിക്കിന്റെ ശരാശരി ഉയരം 1220 മീറ്റർ. ഡൂണുകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകളാണ് ഡൂണുകൾ. ഡെറാഡൂൺ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സിവാലിക്. പർവ്വതനിരകൾ മുറിച്ചുകടക്കാൻ സഹായകരമായ സ്വാഭാവിക മലയിടുക്കുകളാണ് ചുരങ്ങൾ. കുറച്ച് ചുരങ്ങൾ തന്നിട്ടുണ്ട്, നോക്കാം. ലിപ് ലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഷിപ്കില ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. സോജില ശ്രീനഗറിനെയും കാർഗിലിനെയും ബന്ധിപ്പിക്കുന്നു. നാതുല സിക്കിമിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഓക്ക്, ചെസ്നട്ട്, മേപ്പിൾ തുടങ്ങിയവ. ഹിമാലയത്തിൽ സമുദ്രനിരപ്പിൽ 2000 മീറ്ററിന് മുകളിലേക്ക് ഉയരമുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ദേവദാരു, സ്പ്രൂസ് തുടങ്ങിയ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ. 2000 മീറ്ററിന് മുകളിലാണെങ്കിൽ സ്തൂപികാഗ്ര വൃക്ഷങ്ങളായിരിക്കും. എക്സാമ്പിൾ ഏതെല്ലാമാണ്? ദേവദാരു, സ്പ്രൂസ്. ഇന്ത്യൻ ഫലകവും യുറേഷ്യൻ ഫലകവും തമ്മിലുള്ള കൂട്ടിയിടിയുടെ ഫലമായുണ്ടായ മടക്ക് പർവ്വതമാണ് ഹിമാലയം. ഏത് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നാണ് ഹിമാലയം രൂപപ്പെട്ടിരിക്കുന്നത്? തെതീസ് സമുദ്രം. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 500 മുതൽ 3000 മീറ്റർ വരെ ഉയരമുള്ള കിഴക്കൻ മലനിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പൂർവാചൽ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി എന്നാണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന എവിടെയാണ്? മൗസിൻഡ്രമാണ്. ഓക്കെ, അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കിഴക്കൻ മലനിരകൾ, പൂർവാചൽ. ഉത്തര പർവ്വത മേഖലയിലുടനീളം കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണാണ് പർവ്വതമണ്ണ്. ഏതാണ്? പർവ്വതമണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തര പർവ്വത മേഖലയിൽ. കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലമാണ് കാശ്മീർ. മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിലാണ്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര തുടങ്ങിയവ. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന എന്നാണ്. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 കിലോമീറ്റർ. സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ. സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ് എന്നിവ. സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രമാണ് അറബിക്കടൽ. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹ. ഗംഗയുടെ ഏകദേശ നീളം 2500 കിലോമീറ്റർ. ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, കെൻ, ചമ്പൽ, ബേട്ടുവ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ തുടങ്ങിയവ. ഗംഗയുടെ പോഷക നദികൾ ഏതെല്ലാമാണ്? യമുന, സോൺ, കെൻ, ചമ്പൽ, ബേട്ടുവ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ. ഗംഗാ നദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമേങ്ദുങ് ഹിമാനിയിൽ നിന്ന്. ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം 2900 കിലോമീറ്റർ. എന്നാൽ ബ്രഹ്മപുത്ര ഇന്ത്യയിൽ ഒഴുകുന്നത് 725 കിലോമീറ്റർ ആണ്. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ, മാനസ്, സുബാൻസിരി, ലൂഹിത് എന്നിവ. ബ്രഹ്മപുത്ര പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഉത്തര മഹാസമതലം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? 7 സംസ്ഥാനങ്ങൾ. ഹിമാലയൻ നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ്
ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തെ 4 ഭാഗങ്ങളായി തരംതിരിക്കാം. പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്നത് സിന്ധുവും പോഷക നദികളും ചേർന്ന് രൂപം കൊണ്ട സമതല പ്രദേശമാണ്. രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ, ലൂണി, സരസ്വതി എന്നീ നദികൾ ചേർന്ന് രൂപപ്പെടുത്തിയ സമതല ഭാഗമാണ്. ഗംഗാ സമതലം എന്ന് പറയുന്നത് ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപപ്പെടുത്തിയ സമതല ഭാഗമാണ്. അസാമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്ന് രൂപപ്പെടുത്തിയ സമതല ഭാഗങ്ങളാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്നത് ആസാം മലനിരകളിലാണ്. സിംല, ഡാർജിലിംഗ്, കുളു, മണാലി എന്നിവ സ്ഥിതി ചെയ്യുന്ന ഉത്തരപർവ്വത മേഖല. കുങ്കുമപ്പൂ കൃഷിക്ക് പ്രസിദ്ധമായ സ്ഥലം കാശ്മീർ. മാനസ സരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത് ടിബറ്റിൽ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഹിമാലയൻ നദികൾ. പ്രധാന ഹിമാലയൻ നദികളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര ബംഗ്ലാദേശിൽ അറിയപ്പെടുന്നത് ജമുന. ബ്രഹ്മപുത്ര ടിബറ്റിൽ അറിയപ്പെടുന്നത് സാങ്പോ. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവർ തടാകം. സിന്ധു നദിയുടെ ഏകദേശ നീളം 2880 കിലോമീറ്റർ. സിന്ധു ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 709 കിലോമീറ്റർ. സിന്ധു നദിയുടെ പോഷക നദികളാണ് ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. സിന്ധു നദി എത്തിച്ചേരുന്ന സമുദ്രം അറബിക്കടൽ. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയിലെ ഗായ്മുഖ് ഗുഹ. ഗംഗയുടെ ഏകദേശ നീളം 2500 കിലോമീറ്റർ. ഗംഗയുടെ പോഷക നദികളാണ് യമുന, സോൺ, കെൻ, ചമ്പൽ, ബഡുവ, ഗോമതി, ഗാഗ്ര, ഗണ്ഡക്, കോസി, ഹൂഗ്ലി, ദാമോദർ എന്നിവ. ഗംഗാനദി പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ ചെമേങ്തുങ് ഹിമാനിയിൽ നിന്ന്. ബ്രഹ്മപുത്രയുടെ ഏകദേശ നീളം 2900 കിലോമീറ്റർ. ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുന്നത് 725 കിലോമീറ്റർ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ് ടീസ്റ്റ, മാനസ്, സുബാൻസിരി, ലോഹിത് എന്നിവ. ബ്രഹ്മപുത്ര പതിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. ഉത്തര മഹാസമതലം എത്ര സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു? 7. ഹിമാലയൻ നദികളുടെ നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ട സമതലമാണ് ഉത്തര മഹാസമതലം. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലങ്ങളിലൊന്നാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം. ഉത്തര മഹാസമതലത്തിലെ പ്രധാന മണ്ണിനുമാണ് എക്കൽ മണ്ണ്. ഉത്തര മഹാസമതലത്തിന്റെ ഭാഗങ്ങളാണ് പഞ്ചാബ് ഹരിയാന സമതലം, രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ, ഗംഗാ സമതലം, ആസാമിലെ ബ്രഹ്മപുത്ര സമതലം. സിന്ധുവും പോഷക നദികളും ചേർന്ന് രൂപപ്പെട്ട സമതലമാണ് പഞ്ചാബ് ഹരിയാന സമതലം. ലൂണി, സരസ്വതി എന്നീ നദികൾ രൂപപ്പെടുത്തിയ സമതല പ്രദേശമാണ് രാജസ്ഥാനിലെ മരുസ്ഥലി ഭാഗർ. ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപം കൊണ്ട സമതലമാണ് ഗംഗാ സമതലം. ബ്രഹ്മപുത്രയും പോഷക നദികളും ചേർന്ന് രൂപപ്പെടുത്തിയ സമതലമാണ് അസാമിലെ ബ്രഹ്മപുത്ര സമതലം. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉത്തര മഹാസമതലം. താർ മരുഭൂമി ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയിൽ ഏറ്റവും ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ ഏത് മരുഭൂമിയുടെ ഭാഗമാണ്? താർ മരുഭൂമി. താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. മരുഭൂമികളിൽ സ്വാഭാവിക സസ്യജാലങ്ങൾ കാണപ്പെടുന്നു. മുൾച്ചെടികൾ, കുറ്റിക്കാടുകൾ എന്നിവ മരുഭൂമിയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ്. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്ര, ജോവർ എന്നിവ. ബജ്ര, ജോവർ എന്നിവ രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ്. പഞ്ചാബ് ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന കൃഷിവിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇതിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗം ഉപദ്വീപീയ പീഠഭൂമി. PYQ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന പ്രധാന പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ട പ്രധാന പീഠഭൂമികളാണ് മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ.
ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി, 2695 മീറ്റർ. 2695 മീറ്റർ. ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഇടുക്കി ജില്ലയിലാണ്. ആനമുടി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. നമുക്ക് രണ്ടും വ്യത്യാസമുണ്ട്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശം ചോദിച്ചാൽ ഉപദ്വീപീയ പീഠഭൂമിയും, പീഠഭൂമി ഏതാണെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുമാണ്. ഓക്കെ, ഇത് 2 PYQ ആണ്. അടുത്തത്, ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളിലെ സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഈ പശ്ചിമഘട്ട മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവുകളിലെ സസ്യജാലങ്ങൾ അറിയപ്പെടുന്നതാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഡക്കാൻ പീഠഭൂമി. ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്, അതായത് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് എന്ത്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ് എന്നിവ ഡക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനമാണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ അംശമാണ്. മൺസൂൺ മഴയും ഇടിവെട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ്. ഓക്കെ, ഒന്ന് റിവൈസ് ചെയ്യാം. ഇന്ത്യയുടെ ധാന്യപ്പുര ഉത്തര മഹാസമതലം. താർ മരുഭൂമി കാണപ്പെടുന്നത് രാജസ്ഥാനിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത് ജയ്സാൽമീർ എവിടെയാണ്? താർ മരുഭൂമിയിലാണ്. താർ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ്. മരുഭൂമിയിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് മുൾച്ചെടി, കുറ്റിക്കാടുകൾ. രാജസ്ഥാനിൽ പ്രധാനമായും കൃഷി ചെയ്യുന്ന വിളകളാണ് ബജ്റ, ജോവർ. പഞ്ചാബ്, ഹരിയാന സമതല പ്രദേശത്തെ പ്രധാന വിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന സംസ്ഥാനങ്ങൾ മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും. മഹാരാഷ്ട്ര, കർണാടകം, കേരളം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതുമായ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന പ്രധാന പീഠഭൂമികളാണ് ബാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഡക്കാൻ പീഠഭൂമി. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തൃതി 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയാണ് ആനമുടി, 2695 മീറ്റർ. ആനമുടിയുടെ ഉയരമാണിത്. ആനമുടി സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഇടുക്കി ജില്ലയിലാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന ഭൂപ്രദേശമാണ് ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ സ്വാഭാവിക സസ്യജാലമാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗമാണ് ഡക്കാൻ പീഠഭൂമി. ബസാൾട്ട് എന്ന ആഗ്നേയശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയിൽ വ്യാപകമായി കാണുന്ന മണ്ണിനമാണ് കറുത്ത മണ്ണ്, ചെമ്മണ്ണ്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ്. ചെമ്മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പിന്റെ അംശമാണ്. മൺസൂൺ മഴയും ഇടിവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനുമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഏകദേശം നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥ ലാറ്ററൈറ്റ് മണ്ണ്, അതുകൊണ്ടാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഓക്കെ, ലാറ്ററൈറ്റ് മണ്ണ് അഥവാ ചെങ്കൽ മണ്ണ് എന്നറിയപ്പെടുന്നു. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. എന്താണ് ഉപദ്വീപീയ നദികൾ? ഉപദ്വീപീയ പീഠഭൂമിയുടെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ടാണ് അവയെ എന്തെന്ന് പറയുന്നത്? ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. പ്രധാന ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണ്? മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. ഇത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു പോയിൻറ്റും വിട്ടുകളയാനായിട്ടില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്